ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ ബ്രെഡും മുട്ടയും വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു പോളയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈസിയാണ് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്, വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ ബ്രെഡ് പോൾ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 6 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓരോ പീസ് ബ്രെഡും ഇതുപോലെ ഒന്ന് ചെറിയ പീസായിട്ട് ഒരു ബൗളിലേക്കൊന്ന് കട്ട് ചെയ്തിടാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് പാലാണ്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു 6 പീസ് ബ്രെഡ് എടുക്കുമ്പോൾ 1 കപ്പ് പാല് കറക്റ്റാണ്. പിന്നെ നമ്മൾ എടുക്കുന്ന ബ്രെഡിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് ചെറിയ വ്യത്യാസമൊക്കെ വരും. അപ്പോൾ പാൽ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. പാൽപ്പൊടി ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഈ 1/2 കപ്പ് പഞ്ചസാര എന്നുള്ളത് ഒരു കറക്റ്റായിട്ടുള്ള ഒരു അളവാണ്. അപ്പോൾ മധുരം കുറച്ച് മതി എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ കുറച്ചെടുത്താലും മതി. പിന്നെ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് 5 മുട്ടയാണ്. ഇപ്പോൾ ഈ 5 മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് വെള്ളം നമുക്ക് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മഞ്ഞയിൽ നിന്ന് ഒരു മഞ്ഞ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 മുട്ട മുഴുവനായിട്ട് ചേർക്കണം. ബാക്കി 4 മുട്ടയുടെ വെള്ളം മാത്രമാണ് ചേർക്കുന്നത്. 4 മുട്ടയുടെ മഞ്ഞ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ആദ്യം. അതിനുശേഷം ഇതെല്ലാം കൂടി ഒരു മിക്സി ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ തന്നെ ബ്രെഡൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഈ പാലിൽ കുതിർത്തി വെച്ചതുകൊണ്ട് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സി ജാറിലേക്ക് മാറ്റാം. എന്നിട്ട് നന്നായിട്ട് തരിയൊന്നും ഇല്ലാതെ തന്നെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇനി നമ്മളിത് ആവിയിലാണ് വേവിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ അടിയിൽ കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ബട്ടർ പേപ്പർ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ ഇടണമെന്നൊന്നുമില്ല, നന്നായിട്ട് ഇളകി കിട്ടുന്ന ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യൊക്കെ ഒന്ന് തടവിയിട്ട് അതിലേക്ക് ഈ മിക്സ് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അടിച്ചെടുത്ത് കൊടുത്തിട്ടുള്ള ബ്രെഡിൻ്റെ മിക്സ് ഈ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ആവി കയറ്റിയെടുക്കണം. അതിനായിട്ട് എങ്ങനെയാണോ സാധാരണ ആവി കയറ്റുന്നത് അതുപോലെ ഒരു ആവിച്ചെമ്പിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് ആവി കയറിക്കോട്ടെ മീഡിയം ഫ്ലെയിമിൽ. അപ്പോൾ ഞാനിത് ആവി കയറുന്ന നേരം കൊണ്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള 4 മുട്ടയുടെ മഞ്ഞയിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി വെക്കുന്നുണ്ട്. പഞ്ചസാര എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഈ നമ്മൾ ഒഴിച്ചിട്ടുള്ള ആ ഒരു പോള ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിന് മുകളിലൂടെ ഒന്ന് സോഫ്റ്റായിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് കുത്തി ഒഴിക്കരുത്, അതൊന്ന് സെറ്റായി വരുന്നതേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് മുകളിലൂടെ എല്ലായിടത്തേക്കും ആവുന്ന രീതിയിൽ ഈ ഒരു മഞ്ഞ എല്ലായിടത്തേക്കും ആവുന്ന രീതിയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കൂടി വേവിച്ചാൽ മതി. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് കൂടി ആകുമ്പോഴേക്കും നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. നമുക്കൊരു ടൂത്ത് പിക്കോ മറ്റേ വെച്ചിട്ട് ഇതുപോലെ കുത്തി നോക്കുമ്പോൾ അതിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവില്ല. പെട്ടെന്ന് വെന്ത് കിട്ടും, ഈസിയാണ് ഉണ്ടാക്കാൻ. ഇനി നമുക്കിത് ഈ ആവിപാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കാം. ഇതിൻ്റെ സൈഡൊക്കെ ഇപ്പോൾ തന്നെ ഒന്ന് അരികൊക്കെ വിട്ട് വരുന്നുണ്ടാവും. എന്നാലും നമുക്കിതൊന്ന് തണുത്തോട്ടെ. തണുത്തതിന് ശേഷം ഇത് നമുക്കൊരു മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ കുറച്ച് സമയം തണുത്തിട്ടുണ്ട്, മുഴുവനായിട്ട് ചൂടാറിയിട്ടില്ല, എന്നാലും കുറേയൊക്കെ തണുത്തിട്ടുണ്ട്. അതിന് അരികൊക്കെ നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ പെട്ടെന്ന് തന്നെ ഇളകി കിട്ടും. ഇനി ഞാനിപ്പോൾ ഈ ബട്ടർ പേപ്പർ ഒന്ന് മാറ്റിയിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു പോളയാണിത്. ഇതിന് നമ്മൾ പോളാന്നോ പുഡിങ്ങെന്നോ അങ്ങനെ എന്ത് വേണേലും പറയാം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. നമുക്കിത് ചെറിയ ചൂടോട് കൂടെ വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം, അല്ലെങ്കിൽ ചെറുതായിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കുകയാണ് കൂടുതൽ ടേസ്റ്റ്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു അരമണിക്കൂറൊക്കെ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ്. നല്ല സോഫ്റ്റാണ്, വായിലിട്ട് അലിഞ്ഞു പോകുന്ന അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പോളയാണിത്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് ചേരുവകളൊന്നും ആവശ്യമില്ല, വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ചേരുവകളാണ് ഇതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളൂ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.